സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കിവിയോസ് വില്ലയിലാണ്. ഈ കിവിയോസ് വില്ല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കിവിയോസ് വില്ലയ്ക്ക് നമ്മുടെ ഓസ്ട്രേലിയ ആയിട്ടും ന്യൂസിലാൻഡായിട്ടും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഈ കിവിയോസ് വില്ലയും ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും ഈ കിവിയോസ് വില്ലയുടെ ഒരു ടൂറുമാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവും, സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കുക, അത് ഏറ്റവും നല്ല വീട് വയ്ക്കുക എന്നതായിരിക്കും എല്ലാവരുടെയും ഒരു സ്വപ്നം, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളായ ബിജു ചേട്ടൻ്റെയും ബിന്ദു ചേച്ചിയുടെയും വീടാണ് ഈ കിവിയോസ് വില്ല. ഈ കിവിയോസ് വില്ല എന്ന പേരിനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട്. ബിജു ചേട്ടനും ബിന്ദു ചേച്ചിയും 10-15 വർഷത്തോളം ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവരുടെ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും അവർക്ക് കിട്ടിയ ഒരു വരുമാനം കൊണ്ട് നിർമ്മിച്ചൊരു വീടായതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഈ വീടിന് കിവിയോസ് വില്ല എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയുടെ നടുക്ക് കാണുന്ന ആ 2 ആളുകളാണ് ബിജു ചേട്ടനും ബിന്ദു ചേച്ചിയും. അപ്പോൾ അവരുടെ ഫാമിലിയുടെ കൂടെ അന്ന് വീട് വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് കേക്ക് മുറിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിജു ചേട്ടൻ അവിടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോലി ചെയ്യുന്നു. ബിന്ദു ചേച്ചി ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ വീടിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊക്കെ എൻ്റെ കൂടെ വാ, നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് കയറി കാണാം. അപ്പോൾ ബിന്ദു ചേച്ചി, ബിജു ചേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആ കയറി വന്നപ്പോൾ തന്നെയുള്ള മൊത്തത്തിൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കാണും, നമ്മൾ അവിടെയൊക്കെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും കാണുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ. കാരണം സാധാരണ നാട്ടിൽ ഇങ്ങനെ ഒരു കിച്ചൺ കാണാറില്ല. നമുക്ക് ആദ്യം കിച്ചൺ ഒന്ന് കണ്ടല്ലോ, എന്നിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം. കാരണം ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് കിച്ചണാണ്. അപ്പോൾ ചേച്ചി ഒന്ന് ഞങ്ങളൊന്ന് കിച്ചൺ കാണിക്കും. കിച്ചണിൻ്റെ ഇൻചാർജ് ആയ ചേച്ചി തന്നെ ആയിക്കോട്ടെ. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ പ്ലാൻ കിച്ചൺ. ഓക്കെ. ആക്ച്വലി ഞങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നത് ന്യൂസിലാൻഡിൽ ഒരുപാട് വർഷം താമസിച്ചാണ്. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു സ്റ്റൈലിൽ ഓപ്പൺ പ്ലാൻ കിച്ചൺ എന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. ഈ ഗ്രീൻ കളർ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കണ്ണിന് കുളിർമയേകുന്ന ഈ പച്ച നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കളർ, മനസ്സിനൊരു സന്തോഷം തരുന്ന കളറ്. അതുകൊണ്ടാണ് ഈ കളർ ഞങ്ങൾ ചൂസ് ചെയ്തത്. ബിജേട്ട ചേച്ചി പറഞ്ഞ രീതിയിൽ കിച്ചണൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ ചേച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി തരുമല്ലോ, അല്ലേ? ചേച്ചി ഇവിടെ പിന്നെ നമ്മൾ അവിടെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഉള്ള രീതിയിലൊക്കെ നമ്മുടെ ഡിഷ് വാഷർ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പോഴൊക്കെ നാട്ടിൽ പണിയുന്ന വീടിനൊക്കെ അങ്ങനെ ഡിഷ് വാഷറൊക്കെ വരുന്നുണ്ടോ? ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിഷ് വാഷർ എന്തായാലും, കാരണം നമ്മളവിടെ ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഷ് വാഷറിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് നമ്മുടെ ജോലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അറിയാം. അപ്പം ഇപ്പോഴത് വെച്ചില്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ വൺസ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പുറത്ത് വെക്കേണ്ടി വരും. ഒരു മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ ഇത് അതിനുള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ നമ്മൾ. ചേച്ചി, അപ്പോൾ നമുക്ക് ആ അടുപ്പും ബാക്കി ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ, കബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ അടുപ്പ് എഗെയിൻ നമ്മൾ അവിടെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും കാണുന്ന ഒരു രീതിയാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലും, ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ ഇങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കറിയില്ല നാട്ടിലെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടോയെന്ന്. അതിനെക്കുറിച്ചൊക്കെ പറയാമോ, ഈ അടുപ്പിനെ കുറിച്ചൊക്കെ? അടുപ്പ് ആക്ച്വലി ഇൻബിൽറ്റ് സ്റ്റൗ ആണ്. ബോഷിൻ്റെ തന്നെ ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ ക്വാളിറ്റിയാണ് ഞങ്ങൾ നോക്കിയത്. ബോഷിൻ്റെ അവിടെ അവൈലബിൾ ആണ്. ഇപ്പോഴും ഇവിടെ ബോഷ് പോപ്പുലറായി വരുന്നുണ്ട്. ഒരുപാട് റെക്കമെൻഡേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു ബോഷ് വാങ്ങിച്ചോളാം പറഞ്ഞു. അപ്പോൾ അതാണ് അത് വാങ്ങിക്കാൻ കാരണം. ജെറിന് ഈ ഫേബറിൻ്റെ ഈ ചിമ്മിനി വളരെ അട്രാക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ വേവ് ചെയ്യുമ്പോൾ ഓണായി. അടിപൊളി. ഇത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് തോന്നുന്നല്ലേ? ലേറ്റസ്റ്റ് ആണെന്നാണ് ഞങ്ങളോട് അവർ ഷോപ്പുകാർ പറഞ്ഞത്. ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വേവ് ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനും പറ്റും. ടച്ച് ആണ്. മാനുവലി ടേൺ ഓഫ് ചെയ്യാനും പറ്റും. ഓക്കെ, അടിപൊളി, കൊള്ളാം. അതെന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ചേട്ടാ, ഈ ഒരു ഡൈനിങ് ടേബിൾ ഒരു വെറൈറ്റി സ്റ്റൈലാണ് കേട്ടോ. കാരണം സ്ക്വയർ 8 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് നിങ്ങൾ സ്പെഷ്യലി പറഞ്ഞുണ്ടാക്കി ചെയ്യിച്ചതാണോ അതോ
അല്ല, ഇത് ഞങ്ങൾ സ്പെഷ്യലി പറഞ്ഞുണ്ടാക്കിയതല്ല. അതിപ്പോൾ നമ്മുടെ ഇത് മൊത്തം ഓപ്പണാണ്. അപ്പോൾ ഇതൊരു ഒരു സെപ്പറേറ്റ് ഡൈനിങ് ഇവിടെ ഉണ്ടാക്കി ഞങ്ങൾ ഒരു ഏരിയ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളിത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നീളത്തിലുള്ളൊരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ് കുറവാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത് സ്ക്വയർ ഒരു ടേബിൾ നമ്മൾ ചൂസ് ചെയ്തത്. അതായത് കറക്റ്റ് ഈ ഒരു സ്പേസിന് കറക്റ്റായിട്ട് അത് സ്യൂട്ട് ആവുന്നുണ്ട്. കാരണം ഇത് ഏറെക്കുറെ ഒരു സ്ക്വയർ പോലത്തെ ഒരു സ്പേസാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയ. കറക്റ്റ് അവിടെ സ്യൂട്ട് ആവുന്ന നല്ല, എനിക്ക് ആ ഒരു കളർ കോമ്പിനേഷനും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്രൗണും വൈറ്റും കൊള്ളാം. അതെന്തായാലും അതുകൂടാണ്ട് ഞങ്ങൾക്ക് ഈ ടൈലിന്റെ കളറും ഇതിന്റെ ടേബിളിന്റെ കളറും ഏതാണ്ട് ഒരുവിധം മാച്ചായി കിട്ടി. അത് ശരിയാണ് കേട്ടോ, അത് കൊള്ളാം. അത് ഭയങ്കര അതെ, കറക്റ്റാണ്. ഐഡിയൽ ഡെക്കോർ കാലിക്കറ്റ് അവിടെ നിന്നാണ് എടുത്തതല്ലേ? അവിടെ പോയി അപ്പം ഞങ്ങൾ അവിടെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളത് കണ്ടു കഴിഞ്ഞപ്പം ഈ ടൈലിൻ്റെ അതേ കളറാണ് നമുക്ക് ഡൈനിങ് ടേബിൾ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി ലൗഞ്ച്, ഓപ്പൺ ലൗഞ്ച് നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ തന്നെ അല്ലേ? അതെ, കൊള്ളാം. എനിക്ക് ലൗഞ്ചിലെ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥന ഏരിയ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണോ വരുന്നത്? പ്രയറിൻ്റെ ഏരിയ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട്, കാരണം ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ ഒത്തിരി ചെയ്തിട്ടില്ല. ഓക്കെ, വളരെ ലിമിറ്റഡ് ഇൻറ്റീരിയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്തത് വീടിന് വേണ്ടിയിട്ട്. പിന്നെ കൂടാതെ ഈശോ, തിരുക്കുടുംബം, അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹമായിരുന്നു. ഇതെല്ലാം നമ്മളിവിടെ വെക്കണം എന്നുള്ളത് ഇവിടെ ആഗ്രഹമായിരുന്നു. അത് സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചേച്ചി ബെഡ്റൂമുകളൊക്കെ നമുക്കൊന്ന് കണ്ടല്ലോ. ശരിക്കും എത്ര ബെഡ്റൂമാണ് ഈ വീട്ടിൽ മെയിനായിട്ട്? ഇവിടെ ആക്ച്വലി 4. ഒരു ബെഡ്റൂം താഴെയാണോ? ഒരു ബെഡ്റൂം താഴെയാണ്. അവിടെ മോനെ കിടന്നുറങ്ങുവാണ്, രാത്രിയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു അവിടെ ബാത്റൂം, അവിടെ ഇത് അറ്റാച്ച്ഡ് കോമൺ ടോയ്ലറ്റ് ആണ്. കോമൺ വാഷ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ കോമൺ വാഷ്റൂമും വാഷ് ഏരിയ. ആക്ച്വലി എല്ലാ ബെഡ്റൂമും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇനി ബാക്കി ബെഡ്റൂമുകളെല്ലാം മുകളിലാണോ? മുകളിൽ. ഇത് നമ്മളിപ്പം ഇത് അവിടുന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറി ഇവിടെ വന്നു. അതെ, ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒരു മലയുടെ മുകളിലുള്ള വീടായതുകൊണ്ട് ഈ ഏരിയ അതേപോലെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ പണിതിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് നോക്കിയാൽ അറിയാം, ഈ ബെഡ്റൂം ശരിക്കും ഈ തറയുടെ ലെവലിൽ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് മണ്ണെടുക്കാണ്ട് പണിത ഒരു ബെഡ്റൂമാണത്. അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇതാണ് ശരിക്കും ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ ഒരു ലെവല്. നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം. ഓക്കെ, ഇവിടെ ഒരു കിങ് ബെഡ് വോളിൽ അറ്റാച്ച്ഡ് ആണോ? അത് ബെഡ് ആക്ച്വലി ഇതൊരു ബെഡ്റൂം സെറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. 4 ബെഡ്റൂമിലേക്ക് 4 ബെഡ്റൂം സെറ്റുകൾ, അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള കബോർഡുകൾ അല്ലേ? അതെ, ഇതെല്ലാം ഒറ്റ സെറ്റാണ്. അതിനകത്ത് കബോർഡും ഇത് ഡ്രസ്സിംഗ് ടേബിൾ ഇതെല്ലാം കൂടെ കൂടി ഒരൊറ്റ ബെഡ്റൂം സെറ്റ് ആയിട്ടല്ലേ? അതെ. ഓക്കെ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കൊള്ളാം, നൈസ്, കൊള്ളാം. പുതിയ വീട് കാണാൻ എപ്പോഴും നല്ല രസമാണല്ലേ? ആ ഒരു പുതിയ കോമ്പിനേഷനും എല്ലാ തവണയും. ഇവിടെ നാട്ടിൽ ഭയങ്കര വെറൈറ്റീസ് അല്ലേ, ടൈലുകളും കാര്യങ്ങളായാലും എനിക്ക് അല്ലേ? അതെ, നമുക്ക് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാൻ. പൈസ ആക്ച്വലി കുറവാണ്. ആണോ? ഓസ്ട്രേലിയയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ, ന്യൂസിലാൻഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പൈസ കുറവാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഗതി ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണെന്ന് പറയാം. വേൾഡ് മാപ്പ് അത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് ഈ വീടിന്. ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഈ വേൾഡ് മാപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാനാണ് സജസ്റ്റ് ചെയ്തത്.
കാരണം എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ബിജുചേട്ടൻ സമ്മതിക്കുകയും ചെയ്തു, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളത് ഓൺലൈനിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം ഇത് സെറ്റ് ചെയ്തു. വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് ഒട്ടിച്ചെടുക്കാൻ കഷ്ടപ്പെട്ട് കാണുമല്ലോ. ഒട്ടിച്ചത് ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചതാണ്. ക്രെഡിറ്റ് മുഴുവൻ പുള്ളിക്കാരത്തേക്കാണ്. സെലക്ട് ചെയ്തു എല്ലാം അങ്ങനെ കഷ്ടപ്പെട്ടത് ഞാനും അല്ലേ. ഇത് ഞാനൊരു 1.5 ദിവസം കഷ്ടപ്പെട്ടാണ് ഇത് ഒട്ടിച്ചത്. 1.5 തച്ചിന്റെ പണിയാന്നല്ലേ. ഓക്കെ, എന്തായാലും നൈസ്. ഇനി നമുക്ക് 2 ബെഡ്റൂം കൂടി ഉണ്ടല്ലോ. 2 ബെഡ്റൂം കൂടിയുണ്ട്. ഓക്കെ, നൈസ്. ഇവിടെ ഒരു മാതാവിന്റെ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, കൊള്ളാം. ഇത് 3ാമത്തെ ബെഡ്. ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഇതാണ് ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, അതെ, ഒരു റൂം വളരെ വലുതായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. നൈസ്. ടോയ്ലറ്റും നല്ല സ്പേഷ്യസ് ആണ്. ഒരു ബെഡിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട്. കൂടാതെ ഇവിടെ ഇതുപോലെ അതേപോലെ തന്നെ ഈ കട്ടിലിന് മാച്ചിങ് ആയിട്ടുള്ള ഇവിടെ ബെഡ്റൂം സെറ്റ് തന്നെയാണ് ഇവിടെ. പക്ഷേ ഈ ബെഡ്റൂം സെറ്റ് ഞങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. ഒരു ഇമ്പോർട്ടഡ് ആണിത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമ്മളത് ഇമ്പോർട്ടഡ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഒന്ന് തിളങ്ങി നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അടിപൊളി, കൊള്ളാം. ഓക്കെ, നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ. ചേട്ടാ, ഇതെന്താ സെറ്റപ്പ്? ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് നിങ്ങൾ ലൗഞ്ചായിട്ട് സെറ്റ് ചെയ്തതാണോ അതോ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? ഇത് ശരിക്കും ഞങ്ങൾ ഒരു ഓപ്പൺ പ്ലാൻ ആയിട്ടല്ല, ഇത് നമ്മളൊരു മീഡിയ റൂമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടും പോകുന്നതിന് മുമ്പ് ഇത് സെറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഇവിടെ ഒരു മീഡിയ റൂം അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ പോലെ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പോൾ ഇതിപ്പോൾ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ലേസി ബോയ്. ഓക്കെ, നൈസ്, കൊള്ളാം. ഇതിപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇപ്പം വീട് മാറി താമസിച്ചിട്ട് പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫുൾ പണി ഇനിയും കഴിയാനുണ്ടല്ലേ. ഇൻറ്റീരിയർ. ഓക്കെ, കൊള്ളാം. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ടും നിങ്ങൾ പെട്ടെന്ന് ഒരു ചടങ്ങ് നടത്തി ബാക്കി പണി ചെയ്ത്. ഓക്കെ, വന്ന 1 മാസം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി കൂടി. അതാണ് ഞങ്ങളുടെ. കൊള്ളാം. അതെ, ഇത് ഇവിടെ നിന്ന് ശരിക്കും നല്ല വ്യൂ ആണ്. പക്ഷേ ഇത് നൈറ്റാണ്. നമുക്കൊന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക്. കാരണം ഇവിടെ നിന്ന് ആ ഒരു വ്യൂ ഞാൻ പകൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും പകലത്തെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് മുമ്പിലൊരു റബ്ബർ തോട്ടമാണ്. ഇതിൻ്റെ മൊത്തം വ്യൂ നമുക്ക് കിട്ടുന്നില്ല. ആ മലനിരയുടെ വ്യൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. ഓക്കെ, നൈസ്. കൊള്ളാം, എന്തായാലും കൊള്ളാം, കലക്കി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാലോ? അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. 4ാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ കൂടി നിർക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇത് ആക്ച്വലി നമ്മുടെ എൻജിനീയറുടെ ഒരു ഐഡിയ ആയിരുന്നു. ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങളത് വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ മുതൽ താഴെ ഹാൾ വരെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ലൈറ്റൊക്കെ നല്ല രസമുണ്ട്. അതിങ്ങനെ രാത്രി കാണാനായിട്ട് നല്ല രസമുണ്ട്. പച്ചയും നീലയും കൂടി. പച്ച ആക്ച്വലി കിച്ചൺ കബോർഡ് പച്ച ആയതുകൊണ്ട് പച്ച ചൂസ് ചെയ്തു. ബ്ലൂവിൻ്റെ ഒരു അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അത് എന്തുകൊണ്ട് നമുക്ക് രണ്ടും കൂടി കോമ്പിനേഷനിൽ വെച്ചുകൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ 2 കളർ കോമ്പിനേഷനിൽ വെച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഒരു അനുസ്മരണമായിട്ട് ഇങ്ങനൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ടല്ലേ. ആക്ച്വലി പാരൻസാണ്, സിസ്റ്റർ, ബ്രദർ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം അല്ലേ. നൈസ്. ഇവിടെയും അതേപോലെ തന്നെ ഇൻബിൽറ്റ് അല്ല, മാച്ചിങ് ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ്. ഇവിടെയും ബെഡ്റൂം സെറ്റ് ഫുൾ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. അത് തന്നെ സെയിം ഇതേപോലെ തന്നെ ബെഡ്റൂം സെറ്റ്. ഈ കർട്ടൻ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി രീതിയിലുള്ള കർട്ടനാണ്.
ഇത് ഫ്രെയിം മാത്രമേ ഉള്ളൂ, അതായത് ഗ്രില്ലൊന്നും ഇല്ല. അപ്പോൾ അത് മൊത്തത്തിൽ താഴെ ഞാൻ ശ്രദ്ധിച്ചത് ഗ്രില്ലൊന്നും ഇല്ല. അപ്പോൾ അത് ഒരു സേഫ്റ്റി കൺസേൺ ആണോ ചേച്ചി? സോ ആക്ച്വലി ഇതിൻ്റെ കട്ടന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മോസ്കിറ്റോ നെറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഔട്ട് സൈഡിൽ മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഗ്ലാസ് ആണ്, നമ്മുടെ വീട് മൊത്തത്തിൽ ഗ്ലാസ് ആണ്, വിൻഡോസും സ്ലൈഡിംഗ് ഡോർസും ഒക്കെ ആയിട്ട്. പർട്ടിക്കുലർലി ചൂസ് ചെയ്തതാണോ? അത് നമ്മൾ ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ തന്നെ ചെയ്തതാണ്, ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിലൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്തതാണ്. കാരണം നമുക്ക് ഈ വീടെന്ന് പറയുന്നത് ഒരു ഹൈറ്റിലിരിക്കുന്ന വീടാണ്. ഒരുപാട് ഒരു 2-3 മൗണ്ടെയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ്, പകൽ നോക്കിയാൽ കാണാം, നല്ല വ്യൂ ആണ്. അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സ്ലൈഡിംഗ് ഡോറാണ് വെച്ചിരിക്കുന്നത്. കർട്ടൻ സാധാരണ ഇവിടെ എല്ലാം കാണുന്ന കർട്ടൻ തന്നെയാണ്. നമുക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ ഓൾഡ് സിസ്റ്റം തന്നെയാണ്, ഇത് പുതുമയൊന്നുമില്ല. ഇവിടെയും അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. നൈസ്. അപ്പോൾ എന്തായാലും കൊള്ളാം, വീട് വളരെ ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻ. അപ്പോൾ ബീച്ചേട്ടാ, ബിന്ദു ചേച്ചി, നിങ്ങൾ ഈ ഒരു വീട് പണിതതിൻ്റെ ഒരു ഉദ്ദേശം കൂടി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യുമോ? കാരണം പലപ്പോഴും വിദേശത്തൊക്കെ ജീവിക്കുന്ന ഞാനടക്കമുള്ള ആൾക്കാർ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഇത്രയും കാശ് മുടക്കി നമ്മളിങ്ങനെ ഒരു വീട് പണിയണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ പേഴ്സണലി ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒബിയസ്ലി എൻ്റെ ഒരു ഏജ് അല്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീട് ഇത്രയും ഒരു കാശ് മുടക്കി ഇവിടെ പണിതതിൻ്റെ ഒരു ഉദ്ദേശം കൂടി ഒന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. പണ്ട് മുതലേ നമുക്കൊരു വീട് നാട്ടിൽ വേണം എന്നുള്ളതൊരു ആഗ്രഹം തന്നെയായിരുന്നു. കാരണം നമ്മൾ വൺസ് ഇൻ എ ഇയർ നാട്ടിൽ വരുന്നവരാണ്. ആ സമയത്ത് വരുമ്പോൾ നമ്മുടെ വീട്, ഇപ്പം നിലവിലുള്ള വീട് കുറച്ച് പഴക്കമുള്ള വീടാണ്, സൗകര്യങ്ങൾ കുറവാണ്. ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. നമ്മുടെ മക്കളൊക്കെ വലുതായി തുടങ്ങി, അവർക്ക് കുറച്ചുകൂടി മോഡേണായിട്ട് അല്ലെങ്കിൽ ഒരു സൗകര്യപ്രദമായൊരു വീട് വേണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. കൂടാതെ നാട്ടിൽ വീട് പണിയുമ്പോൾ നമുക്ക് നാടിനോടൊരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ആക്ച്വലി ഒരു ഹോംലി പീപ്പിളാണ്. എന്ന് വെച്ചാൽ നാടിനോട് വളരെ സ്നേഹിക്കുന്ന, നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തിരിച്ചു വരാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ ബീച്ചേട്ടാ? അങ്ങനെ തിരിച്ചു വരാനുള്ള പ്ലാൻ ഇപ്പോൾ നിലവിലൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു വീട് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ വീടിൻ്റെ ഒരു നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ പേരൻറ്റ് ഇപ്പോഴും ഉണ്ട്, അവർ തോറ്റയ്ക്കാണ് തറവാട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനാണ്. തീർച്ചയായിട്ടും നമ്മുടെ പാരൻസിന് കാരണം നമ്മളെ വളർത്തിയെടുത്ത് നമ്മുടെ പാരൻസിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചേച്ചി പറഞ്ഞ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒബിയസ്ലി ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലൊക്കെ നമ്മൾ വീട് പണിയെങ്കിലും അവിടെയൊന്നും നമ്മൾക്ക് ആ ഒരു വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നില്ല. നമ്മുടെ നാട്ടിൽ സ്വന്തം സ്ഥലത്തൊരു വീട് പണിയുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. എന്തായാലും ഓസ്ട്രേലിയയിൽ ആക്ച്വലി അല്ലെങ്കിൽ ന്യൂസിലാൻഡിലൊക്കെ നമുക്ക് വീടുള്ളതാണ്. അപ്പം അവിടെയുള്ള വീട് നമ്മുടെ വീടാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഫാമിലി നമുക്ക് ചുറ്റുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹസ്ബൻഡ്, മക്കൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബന്ധുക്കളാരും റിലേറ്റീവ്സ് ആരും അവിടെ ഇല്ല. നമ്മുടെ പാരൻസ് ഇവിടെയാണ്. അപ്പം അവർക്കൊരു നല്ല വീട്ടിൽ താമസിക്കണം. കൂടാതെ ഞങ്ങൾ വൺസ് ഇൻ എ ഇയർ വരുമ്പോൾ നമ്മുടെ പാരൻസിനെ വിട്ടിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കാനൊന്നും താല്പര്യമില്ല. പാരൻസിൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ റിലാക്സ് ചെയ്ത് ഹോളിഡേയ്സ് എൻജോയ് ചെയ്യുക. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. എന്തായാലും വളരെ നല്ല വീടാണ്. അപ്പോൾ രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക്സ് ഫോർ ബീയിങ് ഓൺ ദി വീഡിയോ. താങ്ക് യു. താങ്ക്സ് ഇവിടെ വന്ന് നമ്മുടെ വീഡിയോ ജെറിൻ ഓഫ് കോഴ്സ് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നതാണ്. ജെറിൻ അവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ജെറിൻ ഇവിടെ വന്ന് എടുക്കാൻ തോന്നിയ ആ മനസ്സും. താങ്ക് യു. നോ പ്രോബ്ലം. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ.